മതേതര ഇന്ത്യൻ സമൂഹത്തിനുമേൽ സംഘപരിവാർ ഏൽപ്പിച്ച ഒരു കാലത്തും മായാത്ത മുറിവാണ് ബാബരി. തകർക്കപ്പെട്ട 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇന്ത്യൻ ചരിത്രത്തിൽ ബാബരി നീറുന്ന ഓർമ്മയായി തുടരുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം ചർച്ച ചെയ്യുമ്പോൾ 1992 ഡിസംബർ 6 ഒഴിവാക്കിക്കൊണ്ട് ഒരു സംസാരം പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഇന്നും ബാബരി മസ്ജിദിന്റെ തകർച്ചയും അതിൽ അന്നത്തെ സർക്കാരുകൾ വഹിച്ച പങ്കും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അന്നത്തെ നരസിംഹറാവു സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ നിസ്സംഗത ചോദ്യം ചെയ്യപ്പെടാറുമുണ്ട്. ഇപ്പോഴിതാ VP സിംഗ് സർക്കാർ മുതൽ വിവിധ കേന്ദ്ര സർക്കാരുകൾ ബാബരി വിഷയത്തിൽ സ്വീകരിച്ച നടപടികളും നിലപാടുകളുമെല്ലാം വിശദമാക്കുന്ന ഒരു പുസ്തകം കൂടി പുറത്തു വരികയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വിജയ് ത്രിവേദിയുടെ ദി RSS 100 Years of the Indian Right എന്ന പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുള്ളത്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വിജയ് ത്രിവേദിയുടെ ദി RSS 100 Years of the Indian Right എന്ന പുസ്തകത്തിലെ ചെറിയൊരു ഭാഗം scroll.in എന്ന ഓൺലൈൻ മാധ്യമമാണ് പ്രസിദ്ധീകരിച്ചത്. 1989 അധികാരത്തിലേറിയ VP സിംഗ് സർക്കാർ ബാബരി മസ്ജിദ് വിഷയത്തിൽ എന്തു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. VP സിംഗ് സർക്കാരിന്റെ കാലത്ത് രാമക്ഷേത്ര പ്രശ്നം ഏതാണ്ട് പരിഹാര ഘട്ടത്തിലെത്തിയിരുന്നു എന്നാണ് BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദാചാര്യയെ ഉദ്ധരിച്ചുകൊണ്ട് വിജയ് ത്രിവേദി പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കുകയും 2 സമുദായങ്ങളിലെയും രാഷ്ട്രീയേതര വ്യക്തികൾ വഴി പരിഹാരം കാണാനുമായിരുന്നു VP സിംഗിന്റെ നിർദ്ദേശം. ബാബരി പള്ളി ഇരിക്കുന്നതും സമീപത്തുള്ളതുമായ സ്ഥലം ഹിന്ദു ട്രസ്റ്റിന് കൈമാറണമെന്നായിരുന്നു സിംഗ് കണ്ടെത്തിയ പോംവഴി. പള്ളിക്ക് സമീപം തന്നെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും വേർതിരിക്കാൻ ഒരു മതില് പണിയണമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൽ പിന്തുണ നേടാൻ അന്നത്തെ ആന്ധ്രാപ്രദേശ് ഗവർണർ കൃഷ്ണകാന്തിനെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഗോവിന്ദാചാര്യ പറയുന്നത്. മറുവശത്ത് S ഗുരുമൂർത്തിയെ പ്രധാനമന്ത്രി ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥനായി നിയമിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ദൂതനായി പ്രവർത്തിച്ച അദ്ദേഹം അന്ന് കേന്ദ്രമന്ത്രിമാരായിരുന്ന ജോർജ് ഫെർണാണ്ടസിനെയും P ഉപേന്ദ്രയെയും കണ്ട് രാമക്ഷേത്ര വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിന് അന്ന് മുസ്ലിം വിഭാഗം സമ്മതിച്ചിരുന്നു എന്നാണ് വിജയ് ത്രിവേദി രേഖപ്പെടുത്തുന്നത്. അദ്വാനിയോടുൾപ്പെടെ ഈ കാര്യം VP സിംഗ് സംസാരിച്ചിരുന്നു എന്നും പുസ്തകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഗുരുമൂർത്തി, അന്നത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായ അരുൺ ജെയ്റ്റ്ലി, ജോർജ് ഫെർണാണ്ടസ്, അരുൺ നെഹ്റു, അജിത് സിംഗ്, ദിനേശ് ഗോസ്വാമി എന്നിവർ പങ്കെടുത്ത ഒരു യോഗവും നടന്നു. പക്ഷെ കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞു. അതിന് കാരണമായത് VP സിംഗ് മുന്നോട്ട് വെച്ച ഒരു ആവശ്യമായിരുന്നു. ആ ഭേദഗതി കേന്ദ്ര സർക്കാർ പാസാക്കുന്നതിന് പകരമായി മധുരയിലെയും കാശിയിലെയും പള്ളികൾക്ക് മേൽ VHP ഉന്നയിച്ച അവകാശം ഉപേക്ഷിക്കണമെന്നായിരുന്നു ആ ആവശ്യം. എന്നാൽ അതിന് VHP തയ്യാറായില്ല. അതോടെ ചർച്ചകളും സ്തംഭിച്ചു. പിന്നീട് ചന്ദ്രശേഖർ സർക്കാരിന്റെ കാലത്താണ് ഈ ദിശയിൽ ചർച്ച പുനരാരംഭിക്കുന്നത്. യുക്തിസഹമായ സംഭാഷണത്തിലൂടെ സംഘർഷം പരിഹരിക്കാനുള്ള ശ്രമമായിരുന്നു ചന്ദ്രശേഖറിന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ആദ്യമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതും ഇക്കാലയളവിലാണ്. തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിലൂടെ ഈ വിഷയത്തെ സമീപിക്കാൻ അവർ തീരുമാനിച്ചു. പിന്നീട് നരസിംഹറാവുവും ചർച്ചകൾ നടത്താൻ മുൻകൈ എടുത്തിരുന്നു. അന്ന് കോൺഗ്രസ് അംഗമല്ലാത്ത സുബോധ് കാന്ത് സഹായിയായിരുന്നു അന്ന് അതിനായി നരസിംഹറാവു സമീപിച്ചത്. രാജ്യത്തെ പിടിച്ചുലച്ചിരുന്ന വർഗീയ സംഘർഷത്തിന് അയവ് വരുത്തുകയായിരുന്നു ഈ ചർച്ചകളുടെ പ്രാഥമിക ലക്ഷ്യം. സഹായി പറയുന്നതനുസരിച്ച് മധ്യസ്ഥയ്ക്കിടയിലുള്ള പ്രധാന പ്രശ്നം രാമക്ഷേത്രം നിർമ്മിക്കണോ വേണ്ടയോ എന്നായിരുന്നില്ല. മറിച്ച് സമവായത്തിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയുമാണോ അതോ ഏറ്റുമുട്ടലിലൂടെയാണോ ഇത് പരിഹരിക്കപ്പെടുക എന്നതായിരുന്നു പ്രധാനം. ഈ ചർച്ചകളൊക്കെ ഒരു വഴിക്ക് നടന്നെങ്കിലും 1992 ഡിസംബർ 6 കർസേവ നടത്തുമെന്ന് VHP പ്രഖ്യാപിച്ചതോടെ ചർച്ചകളെല്ലാം താറുമാറായി. ഒടുവിൽ സർക്കാരുകളുടെ എല്ലാം മൂക്കിൻ തുമ്പത്ത് സംഘപരിവാർ ബാബരി പള്ളി തകർത്തു. നരസിംഹറാവു അന്ന് പൂജ നടത്തുകയായിരുന്നു എന്നാണ് കുൽദീപ് നയ്യാർ ബിയോണ്ട് ദി ലൈൻസ് എന്ന തന്റെ പുസ്തകത്തിൽ കുറിച്ചത്. പള്ളി തകർത്ത ശേഷമാണ് തന്റെ ഫോൺ എടുത്തതെന്നും ആ പുസ്തകത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് ഡിസംബർ 9 നടന്ന ഒരു ഔദ്യോഗിക യോഗം ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും ആഭ്യന്തര മന്ത്രാലയത്തിന് അവരുടെ അഭിപ്രായങ്ങൾ രേഖാമൂലം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബാബരി മസ്ജിദ് സംഘപരിവാർ പൊളിച്ചതിനു ശേഷം 1993 ജനുവരിയിൽ കോൺഗ്രസ് സർക്കാർ അയോധ്യ ആക്ട് എന്ന പേരിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. പള്ളിക്ക് ചുറ്റുമുള്ള 67.7 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കുന്നതായിരുന്നു ആ നിയമനിർമ്മാണം. ഇതിനെ BJP എതിർത്തെങ്കിലും അന്ന് ബില്ല് പാസാക്കി. തുടർന്ന് ബാബരി മസ്ജിദ് നിന്നെടുത്ത് നേരത്തെ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് സുപ്രീം കോടതിയോട് പരിശോധിക്കാനും റാവു സർക്കാർ മുതിർന്നു. ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഹിന്ദു വിഭാഗങ്ങൾക്കൊപ്പവും ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കൊപ്പവും നിൽക്കാനായിരുന്നു തീരുമാനം. 1994 സെപ്റ്റംബറിൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുമുണ്ട്.
2001 NDA സർക്കാരിന്റെ കാലത്താണ് ഈ ചോദ്യവും ബാബരി വിഷയവുമെല്ലാം വീണ്ടും ചർച്ചയാകുന്നത്. VHP നേതാവ് അശോക് സിംഗാളും മഹാൻ രാമചന്ദ്രദാസ് പരമഹൻസും വാജ്പേയി സർക്കാരിനുമേൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയതായിരുന്നു അതിനുള്ള കാരണം. പിന്നാലെ വാജ്പേയി സർക്കാർ ഒരു പ്രത്യേക സെല്ലും ഇതിനായി രൂപീകരിച്ചു. പ്രശ്നപരിഹാരത്തിനായി 3 സാധ്യതകളായിരുന്നു അന്ന് ആ സെല്ല് പ്രധാനമന്ത്രിക്ക് നൽകിയത്. ക്ഷേത്രം പണിയാൻ ഹിന്ദുക്കളെ അനുവദിക്കണം, ബാബരിയുടെ സൈന്യാധിപൻ ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഒരു നിശ്ചിത സ്ഥലത്ത് പള്ളി പണിയണം, തർക്കത്തിലുള്ള സ്ഥലം തുല്യമായി 2ആയി ഭാഗിക്കണം എന്നിങ്ങനെയായിരുന്നു അവ. എന്നാൽ കാശി മഥുര വിഷയത്തിലെ കടുംപിടുത്തം ഉപേക്ഷിക്കണമെന്ന നിബന്ധനയും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അക്കാലത്താണ് അലഹബാദ് ഹൈക്കോടതി റഡാർ ഫോട്ടോഗ്രാഫി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. 2003 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് സ്ഥലം പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ട് പ്രകാരം അവിടെ ഉത്തർപ്രദേശ് ശൈലിയുള്ള ഹിന്ദു ക്ഷേത്രത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബാബരി മസ്ജിദ് ഭൂമി അവകാശം ഉന്നയിച്ചവർക്കിടയിൽ തുല്യമായി വീതം വെക്കണമെന്നും ഉത്തരവിട്ടു. ഈ വിധിന്യായത്തിലെ പ്രധാന കാര്യം രാമന്റെ ജന്മഭൂമിയാണ് അതെന്ന് അംഗീകരിക്കപ്പെട്ടു എന്നതായിരുന്നു. പക്ഷേ 2019 നവംബർ 9 ബാബരി പള്ളി രാമക്ഷേത്ര ട്രസ്റ്റിന് വിട്ടു നൽകിയ സുപ്രീം കോടതി ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിന്യായം പാടെ തള്ളിക്കളഞ്ഞിരുന്നു. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന കണ്ടെത്തലും സുപ്രീം കോടതി തള്ളിയിരുന്നു. കാലങ്ങളായി മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന ബാബരി പള്ളി നഷ്ടപ്പെട്ടത് അന്യായമാണെന്നായിരുന്നു സുപ്രീം കോടതി വിധി. പക്ഷേ അപ്പോഴും ആ ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടു നൽകാനായിരുന്നു കോടതി വിധിച്ചിരുന്നത്.